റോഷൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പുള്ളി ബോസും ഞാൻ പുള്ളിയുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ സൈസ് കമ്പാരിസണും വെച്ചിട്ട് പുള്ളിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഡയറക്ടറിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഒരു വിധേയനായിട്ടൊക്കെ നിൽക്കാൻ പറ്റുമോ, കാരണം പുള്ളി ബോസാണെന്ന് തോന്നുമോ ഞാൻ കൂടെ നിൽക്കുമ്പോൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓഡീഷൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അവർ ഓക്കെ തകർത്തു. പിന്നെ വിനയം എനിക്ക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ തകർത്തു. അത് കഴിഞ്ഞ് IFFK വന്ന് എനിക്കൊന്ന് ആദ്യത്തെ 1-2 വർഷങ്ങളിൽ എനിക്ക് 18 വയസ്സായിട്ടില്ല. അതുകൊണ്ട് പാസ് ലീഗലി എലിജിബിൾ അല്ല. അത് എൻ്റെ കസിൻ്റെ പാസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പോയി അല്ലെങ്കിൽ നുഴഞ്ഞു കയറി ഒക്കെ കാണുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ന്യൂ തിയേറ്ററിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടുപിടിച്ച് അവിടെ കൂടെ ഞാൻ കയറുമായിരുന്നു. പിന്നെ അടുത്ത വർഷം തൊട്ട് അവരത് അടച്ചു. മലയാളികൾ ഈ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ സബ് ടൈറ്റിൽ യൂസ് ചെയ്തൊരു പടമുണ്ട്, പരം സുന്ദരി. എങ്ങനെയാണ് ആനന്ദ് ബ്രോ അതിലേക്ക് വന്നത്? എനിക്ക് ഭയങ്കര ഫണ്ണായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അവിടെ ഷൂട്ടൊക്കെ. കാരണം ആദ്യമായിട്ടാണ് ഒരു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കും. അതിന്റെ ഒരു രീതിയൊക്കെ വേറെയാണ്. വിശാഖം ഞാനും എഴുതി കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഞാനിതിങ്ങനെ പറഞ്ഞു നോക്കി. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ജിയോ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വിളിക്കുന്നു, ഇത് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താലോ എന്നുള്ളത്. ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ചോദ്യങ്ങളുണ്ടായിരുന്നു. ബേസിൽ ചെയ്യുന്ന കൂടുതലും ഈ ആർട്ട് ഹൗസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സിനിമകളാണ്. അല്ല, പാട്ടിലെ വരികൾ സത്യത്തിൽ കർഷണം എന്നൊക്കെ ഉണ്ട്. കർഷണം, ഫ്രിക്ഷൻ, അതൊക്കെ ഫിസിക്സ് പരമായിട്ടാണ് എഴുതിയത്. എന്റെ റീസൺ പറയുന്നത് നമ്മളെ നായിക IIT-യില് ഫിസിക്സ് PhD എടുത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് പാട്ടാകുമ്പോ ഫിസിക്സ് കടന്നു വരുമല്ലോ. ക്ലബ് ഓഫ് 94.3 ഇത്തിരി നേരം ഈ ആദർശനോട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇത്തിരി നേരത്തിന്റെ ഡയറക്ടർ പ്രശാന്ത് വിജയും അതുപോലെ തന്നെ ആക്ടർ ആനന്ദ് മന്മഥനുമാണ്. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. ഓക്കെ. ഇപ്പം ഇത്തിരി നേരം പോസ്റ്റർ റിലീസായ സമയം തൊട്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത് മലയാളത്തിന്റെ 96 ആയിരിക്കുമോ, ഇത് മലയാളത്തിന്റെ 96 ആവോ? അല്ല ഉത്തരം. അതായത് അതിൽ ഞങ്ങൾ തന്നെ ഉദ്ദേശിക്കുന്ന കുറച്ച് മിസ് ഡയറക്ഷൻ ഉണ്ട്. അതായത് ഒരു ഹുക്ക് വേണമല്ലോ ആളുകൾക്ക് ആദ്യം. അപ്പോൾ ഇത് റീയൂണിയനെ പറ്റിയാണ്. ഒരു കാലത്ത് റിലേഷൻഷിപ്പിലായിരുന്ന 2 പേർ വീണ്ടും കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ ബേസിക് കാര്യം. അതുവരെ സാമ്യമുണ്ട്. അതിനപ്പുറം വേറെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ഇതുവരെ പുറത്തു വിടുന്ന ഇനിയും വരുന്ന ടീസറിലും ട്രെയിലറിലും ഒന്നും ആ ഇൻഫർമേഷൻ നമ്മൾ പുറത്തു വിടുന്നില്ല. കാരണം അത് തിയേറ്ററിൽ കാണാൻ തന്നെ ഉള്ള ഒരു കാര്യമാണ്. അത്ര പെരുസൊന്നും അല്ല. ഇത് വളരെ സാധാരണക്കാരായ കുറച്ച് പേർക്ക് നേരിടേണ്ടി വരുന്ന ഒരു അസാധാരണ സംഭവം എന്ന് പറയാം. അപ്പൊ ആ സംഭവമാണ് ഇതിന്റെ ബേസിസ്. അങ്ങനെ അതാണ് ഞങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ആ സംഭവം കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. പക്ഷെ ഇതിലേക്ക് ആകർഷിക്കാനുള്ള കാര്യം ഇതാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന റിലേറ്റ് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ആദ്യ പ്രണയം അത് തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതിന്റെ ടീസറിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, സൈലൻസിനെ ഒരു ക്യാരക്ടറായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം സൈലൻസ് അത്ര ഇഷ്ടമാണോ? എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈലിലൊക്കെ അത് ഒരുപാട് വരുന്നുണ്ട്. ഈ ഒരുപാട് മ്യൂസിക്കിന് നമുക്ക് ഇഷ്ടവും പ്രാധാന്യവും ഒക്കെ ഉണ്ടെങ്കിൽ തോന്നും അതില്ലാതെ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണം ആദ്യം തൊട്ടേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ അത് കുറച്ചും കൂടെ ഇതൊരു കൊമേഴ്സ്യൽ സിനിമയാണ്. അതിൻ്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ക്രിട്ടിക്കൽ സമയങ്ങളിൽ നമ്മൾ സൈലൻസിനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. സൈലൻസിന്റെ മ്യൂസിക്കിൽ അത്രയും പവറുണ്ട്. ഇപ്പൊ ഇതിനു മുമ്പ് ചെയ്ത ദായമായിരുന്നാലും അതിനുശേഷം വന്ന മൂവി ആയിരുന്നാലും ഇപ്പൊ ഇതിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഇത്തിരി നേരത്തിലേക്ക് വരുമ്പോൾ ഇതൊരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റും കൂടെ ഉണ്ട്. അപ്പം എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഈ ഓരോ പ്രമേയവും ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതിശയങ്ങൾ വേനൽ, അത് കഴിഞ്ഞിട്ട് ദായം ഒക്കെ വരുമ്പോൾ അതിന്റെ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഈ ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ്, വിശാഖ് ശക്തി എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് ഇത് എഴുതിയത്. ഇത് റെഡിയായി കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ച് കൊമേഴ്സ്യൽ സാധ്യതകൾ ഉള്ളതാണല്ലോ. കാരണം ഈ പ്രണയമുണ്ട്, തമാശയുണ്ട്, അങ്ങനെ ആളുകൾക്ക് കുറച്ചും കൂടെ വലിയൊരു റേഞ്ച് ഓഫ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്നാൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ട് വരുന്നതാണ്. കോംപ്രമൈസുകൾ വന്നിട്ടില്ല. നമ്മൾ ഇതിന് ഈ പ്രമേയം അർഹിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തേ ഉള്ളൂ. ഓക്കെ. ആനന്ദ് ബ്രോ, ഇപ്പം ഏത് മൂവിയുടെ പോസ്റ്റർ നോക്കിയാലും ഒരു കോമൺ ഫാക്ടർ ആണ് ആനന്ദ് ബ്രോ. അപ്പം ഈ മൂവിയിലേക്ക് ആക്ച്വലി എങ്ങനെയായിരുന്നു കാസ്റ്റ് ചെയ്യപ്പെട്ടെ? ഈ മൂവിയിലോട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ട് എന്നെ വിളിച്ചിട്ട് ഒരു ഓഡീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ക്യാരക്ടറിന് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ, റോഷൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പുള്ളി ബോസും ഞാൻ പുള്ളിയുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഞങ്ങളുടെ സൈസ് കമ്പാരിസണും വെച്ചിട്ട് പുള്ളിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ ഡയറക്ടറിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഒരു വിധേയനായിട്ടൊക്കെ നിൽക്കാൻ പറ്റുമോ, കാരണം പുള്ളി ബോസാണെന്ന് തോന്നുമോ ഞാൻ കൂടെ നിൽക്കുമ്പോൾ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഓഡീഷൻ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പൊ അവര് ഓക്കെ തകർത്തു. പിന്നെ വിനയം എനിക്ക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ തകർത്തു. അപ്പൊ അങ്ങനെയാണ് ഈ സിനിമയിലോട്ട് എത്തപ്പെട്ടത്. ട്രിവാൻഡ്രംകാരനാണ്. അപ്പൊ ഇത് ഈ സ്റ്റോറി നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പൊ എത്രത്തോളം ഈസി ആയിരുന്നു ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട്? ഈസി എന്നുള്ളത്, ട്രിവാൻഡ്രം എന്നുള്ളൊരു ഫാക്ടർ ഭയങ്കരമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു
ആ ഒരു ഫാക്ടർ നമ്മളെ ഭയങ്കരമായിട്ട് ഈ ഇത് ചെയ്യാൻ വേണ്ടി, ഈ ക്യാരക്ടറിലോട്ട് അടുപ്പിക്കാൻ വേണ്ടി ഭയങ്കര ഈസി ആയിരുന്നു. കാരണം നമ്മളെ സ്ലാങ്, നമുക്കറിയാവുന്ന സ്ലാങ്, നമുക്കറിയാവുന്ന ദേശം, അതൊക്കെ ഭയങ്കര രസമുള്ള വീട്ടിൽ പരിപാടിയായിരുന്നു. പോകുന്നതിന്റെ സന്തോഷം. വീട്ടിൽ പോവാം, ദിവസം പോയി- വീട്ടിൽ പോവാം. ഇപ്പം ട്രിവാൻഡ്രത്ത് ഇത്തിരി നേരം ഈ തിരക്കിനിടയിൽ ഇത്തിരി നേരം സമയം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആദ്യം ചെയ്യുക? ഉം. തിരുവനന്തപുരത്ത് എന്നും എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും. ഈ കൾച്ചറൽ ഒരു സെന്റർ ആണല്ലോ. ഓക്കെ. അപ്പം അതെന്താണെന്ന് നോക്കിയിട്ട് അവിടെ പോയി കാണുക എന്നുള്ളതായിരിക്കും. അതിനാണ് ശരിക്കും നമ്മൾ തിരുവനന്തപുരത്തായിട്ട് പോലും പല തിരക്കുകൾ കാരണം സമയം കിട്ടാതെ പോകുന്നത്. ഇപ്പം സൂര്യ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഓരോ ദിവസവും അങ്ങനത്തെ പരിപാടികളാണ്, കൾച്ചറൽ ഈവൻസ് ആണ്. അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിപ്പം. എന്തായാലും നമുക്ക് എന്നും ഓരോ പ്രോഗ്രാം കാണും, നമ്മൾ അറിയാതെ പോയെങ്കിലേ ഉള്ളൂ ഇതിൻ്റെ അത്. അപ്പൊ അത്രത്തോളം ഇപ്പൊ ഈ പറഞ്ഞ പോലെ കനകക്കുന്നിലായാലും സൂര്യ ഫെസ്റ്റിവലായാലും ടാഗോർ തിയേറ്ററിലായാലും അങ്ങനെ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കാണുമല്ലോ. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോവാം. മനസ്സിലായി. പണ്ട് ഒരു മലയാള സിനിമയുടെ ഒരു എന്താ പറയാ ഹബ്ബ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ആയിരുന്നു. പിന്നീട് അത് മാറിയിട്ട് ഇപ്പൊ കൊച്ചിയിൽ കൂടുതൽ ഫിലിം ആസ്പിറൻസ് എല്ലാം അവിടെ പോയി നിൽക്കുന്നത്. അപ്പൊ ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പഴയതുപോലെ തന്നെ ഇപ്പോഴും ആ ഒരു സ്കോപ്പ് ഉണ്ടോ? അത് ഈ പറഞ്ഞ പോലെ സിനിമ ഇപ്പം കൊച്ചിയിലാണ്. ഇപ്പം സിനിമ കുറച്ചും കൂടെ എളുപ്പം സിനിമ ഓണാക്കാനും, ഇപ്പം പുതിയ ആൾക്കാർക്ക് സിനിമ ഓണാക്കാനും, അത് നമ്മളിപ്പം ഒരു സിനിമ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു അനുഭവത്തിൽ പറയാണ്, കുറച്ചും കൂടെ എളുപ്പം കൊച്ചി പോയി നിന്ന്. കാരണം അവിടെയാണ് സിനിമാക്കാർ കൂടുതലുള്ളത്, അവൈലബിലിറ്റി. അപ്പോൾ ഒരാളെ കാണണമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അവിടം വരെ എത്തേണ്ടി വരും. അപ്പോൾ കുറച്ചും കൂടെ നല്ലത് കൊച്ചിയിൽ ഇപ്പം സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു സിനിമാക്കാരന്, ഒരു പുതിയ സിനിമ ഓണാക്കാനുള്ളൊരു സിനിമാക്കാരനൊക്കെ അവിടെ നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ആൾക്കാരെ കാണുന്നതിനും ബാക്കി മീറ്റിംഗ്സിനും എല്ലാത്തിനും നല്ലത് അവിടെ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഞാൻ എപ്പോഴും ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. എനിക്കും നിരന്തരം കിട്ടുന്ന ഒരു ഉപദേശമാണ്, കൊച്ചിയിൽ പോയാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് നടക്കും എന്നൊക്കെ ഉള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഓരോ പേഴ്സണൽ ചോയ്സസ് ഇതിനകത്തുണ്ട്. ഇപ്പൊ ആനന്ദിന്റെ കാര്യമായാലും നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉണ്ട്. അത് വിട്ടിട്ട് പോകണോ എന്നുള്ളൊരു ചോയ്സ് ആണ്. ഓക്കെ. ഇത് ട്രിവാൻഡ്രത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പം IFFK നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ട് അല്ലേ? നിങ്ങളാക്കി മാറ്റിയ ഒരു എന്താ പറയാ ഒരു എലമെന്റ് ആണ് IFFK അല്ലേ? അപ്പം അതിനെ കുറിച്ച് എന്താ പറയുക? എനിക്ക് തീർച്ചയായിട്ടും, കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്, സ്കൂൾ കഴിഞ്ഞ സമയത്താണ് തോന്നുന്നത് IFFK സ്ഥിരം വേദിയായിട്ട് തിരുവനന്തപുരത്ത് വരുന്നത്. അതിനു മുമ്പ് തന്നെ അക്കാഡമി ഇവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ അക്കാഡമി എല്ലാ ആഴ്ചയും സ്ക്രീനിങ്സ് ഉണ്ടായിരുന്നു, എല്ലാ ബുധനാഴ്ചയും മറ്റോ അവരുടെ ഓഫീസിലൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ പോയി കാണുമായിരുന്നു. ഇതൊക്കെയാണ് നമുക്കൊരു വേൾഡ് സിനിമയിലോട്ടുള്ള ഒരു വിൻഡോ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് IFFK വന്ന് എനിക്കൊന്ന് ആദ്യത്തെ 1-2 വർഷങ്ങളിൽ എനിക്ക് 18 വയസ്സായിട്ടില്ല. അതുകൊണ്ട് പാസ് ലീഗലി എലിജിബിൾ അല്ല. അപ്പൊ എന്റെ കസിന്റെ പാസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പോയി അല്ലെങ്കിൽ നുഴഞ്ഞു കയറി ഒക്കെ കാണുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ന്യൂ തിയേറ്ററിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടുപിടിച്ച് അവിടെ കൂടെ ഞാൻ കയറുമായിരുന്നു. പിന്നെ അടുത്ത വർഷം തൊട്ട് അവരത് അടച്ചു. ഇത് അറിഞ്ഞിട്ടാണ് ആയിരിക്കാം. ന്യൂ തിയേറ്ററിന്റെ സൈഡിൽ കൂടെ നമുക്ക് കയറാം. അപ്പം അത് പിന്നെ അവര് ക്ലോസ് ചെയ്തു. അതേതാ ഞാൻ അറിയാത്ത. പിന്നെ ഈ അതേ IFFK ആദ്യത്തെ പടമായിട്ട് ചെല്ലാൻ പറ്റുന്നു. പിന്നെ IFFK ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഞാൻ 2 പടവും IFFK കാണിച്ചു. 2 വർഷങ്ങളിൽ വേൾഡ് സിനിമയുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഭാഗമായിരുന്നു. അങ്ങനെ പല രീതിയിലും അക്കാഡമിയായിട്ട് IFFK ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അതൊരു വലിയ സന്തോഷമാണ്. അടിപൊളി. അതെ, എനിക്കും ഈ IFFK എന്ന് പറയുന്നത് നമ്മൾ കോളേജ് സമയത്താണ് ഈ IFFK ആയിട്ടുള്ളൊരു ബന്ധം. ആദ്യം ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുന്ന കോർഡിനേറ്റർ ആയിട്ടും അങ്ങനത്തെ ഒരു ടീമിലാണ് ആദ്യം പോയത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അപ്പോൾ നമുക്ക് സിനിമ ഉള്ളിലുണ്ട്, നമ്മൾ കാണുന്നതൊക്കെ മലയാളം സിനിമകളും ഈ പറയുന്ന ഹോളിവുഡ് സിനിമകളും ഒക്കെ ആണെങ്കിലും ഇങ്ങനൊരു വശമുള്ള സിനിമകളും ഉണ്ട് എന്നുള്ളത് നമുക്കായിട്ട് തുറന്നു കാണിച്ചത് ആ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനുശേഷമുള്ള എല്ലാ IFFKക്കും ഞാൻ ടിക്കറ്റ് എടുത്ത് പോയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2011 തൊട്ടോ ആണെന്ന് തോന്നുന്നു, 10-11 തൊട്ടോ ആണ് ഞാൻ പിന്നെ എല്ലാ IFFKക്കും പോയിട്ടുണ്ട്. ആ IFFKയുടെ വെളിച്ചത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തത്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നി, IFFK കണ്ടിട്ടാണ് എനിക്കൊരു പടം ചെയ്യണം എന്നുള്ളൊരു സാധനമൊക്കെ തോന്നി തുടങ്ങിയത് ആ സമയത്താണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ സിനിമയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയെ മാറിയിട്ടുണ്ട് IFFK കാരണം. അത് ഭയങ്കര ഒരു മാറ്റമാണ് നമ്മളിൽ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് ഭയങ്കരമായിട്ട് പറയാനുള്ളത്. അതേ IFFK തന്നെ എൻ്റെ ഒരു പടമായിട്ട് എനിക്കും പോകാൻ പറ്റി. അറ്റൻഷൻ പ്ലീസ് എന്നുള്ള സിനിമ നമുക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവില്ലേ, അടുത്ത IFFK നമ്മളൊരു പടം എന്നൊക്കെ പറയുന്നത്. അത് 2019 തോന്നുന്നു. അതെ, അറ്റൻഷൻ പ്ലീസുമായിട്ട് നമുക്ക് പോകാൻ പറ്റി, സന്തോഷം. ഓക്കെ. ഇപ്പം ആനന്ദ് കാര്യം പറയുന്ന സമയത്ത് ഇപ്പൊ റീസെന്റ് ആയിട്ട് എല്ലാവരുടെയും മനസ്സിലിരുന്ന ഒരു ക്യാരക്ടറാണ് ബ്രൂണോ എന്ന് പറയുന്ന പൊന്മാനിലെ ക്യാരക്ടർ. അപ്പം അതിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത് ബ്രൂണോയിലോട്ട് എത്തിയത്? ആക്ച്വലി ഈ പറഞ്ഞ പോലെ
ബേസിലാണ് എന്നെ വിളിച്ചിട്ട് നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പവിശങ്കർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഞാനും ഒരു സമയത്ത് ഒരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാറിലിരുന്നപ്പോൾ വിളിച്ചു. ഓക്കെ. അപ്പോൾ അടുത്ത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ആനന്ദ് ഒരു പരിപാടി ഇങ്ങനെ ഉണ്ട്, അപ്പോൾ അതിലോട്ട് ഒന്ന് വിളിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി ബേസിൽ ബ്രോ ജോയ് ഷേട്ടനെയും വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ജോയ് ഷേട്ടൻ്റെ ലിസ്റ്റിലും എൻ്റെ പേരുണ്ടായിരുന്നു ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അവരാദ്യം എല്ലാവരും പുതുമുഖങ്ങളായാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പേരുണ്ടായിരുന്നു ആ ലിസ്റ്റിൽ. അപ്പോൾ പുള്ളിയും പറഞ്ഞ ഓക്കെ കുഴപ്പമില്ല നോക്കാന്നുള്ള രീതിയിലാണ്, അങ്ങനെയാണ് ആ ക്യാരക്ടറിലോട്ട് എത്തപ്പെട്ടത്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ അത് ആ ബുക്ക് വായിച്ചപ്പോഴും ഇറങ്ങിയ സമയത്ത് വായിച്ചപ്പോഴേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാമായിരിക്കും. ഇത് ആനന്ദ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ബുക്ക് വായിക്കുന്നത്. അപ്പൊ ബുക്ക് വായിച്ചിട്ട് ഞാൻ ചോദിച്ചു ആനന്ദ് ആരാണ് ചെയ്യുന്നത്, അപ്പൊ ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ടോ, ലൈക് ബേസിലിനെ പുള്ളിനെ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എന്നെ സജസ്റ്റ് ചെയ്തതെന്നല്ല? അല്ല അങ്ങനെ ചോദിച്ചിട്ടില്ല. പുള്ളിക്ക് ആ സമയത്ത് എൻ്റെ അടുത്ത് ഓർമ്മ വന്നു, അത് വിളിച്ച ഭയങ്കര കാര്യമല്ലേ. പുള്ളി മനസ്സിൽ നമ്മൾ പെട്ടെന്ന് ആ ഫേസ് വന്നു, ആ ക്യാരക്ടറിന് എൻ്റെ ഫേസ് കൊടുക്കാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമായിട്ട് കാണുന്നു. ഓക്കെ. ഇപ്പം അതിശയങ്ങളുടെ വേനൽ അതുപോലെ ആട്ടം മൂവിയിലൊക്കെ മ്യൂസിക് ചെയ്ത് സൗണ്ട് ചെയ്ത നമ്മുടെ ബേസിൽ CJ ആണ് ഇതിലും ചെയ്യുന്നത്. അപ്പൊ പുള്ളിയെ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? ഈ ഒരു സട്ടിൽ മ്യൂസിക് പുള്ളി ചെയ്യാനായിട്ട് അടിപൊളിയായിട്ടുള്ളത്. സട്ടിലിനുള്ള അതിശയങ്ങൾ വേനലാണ് ഞാൻ ബേസിനെ മീറ്റ് ചെയ്യുന്നത്. ബേസിനെ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയാണല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ബേസിനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഇത് കാണിച്ചു കൊടുക്കുന്നത് എഡിറ്റഡ് വേർഷൻ കാണിച്ചിട്ട് ബേസിൻ്റെ ആദ്യത്തെ അതിനോടുള്ള ഫീഡ്ബാക്ക് തന്നെ നമ്മൾ എന്താണോ ആ സിനിമ തുടങ്ങിയത് ആദ്യത്തെ ചിന്തയുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരുന്നു. ബേസിന് കംപ്ലീറ്റ് ആയിട്ട് സിനിമ കിട്ടി. അതിൽ തന്നെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് റീൽ ബേസിൽ കമ്പോസ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കമ്പോസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ എല്ലാം ഫൈനാണ്, ഈ ഒരു സ്ഥലത്ത് ഞാൻ മ്യൂസിക് വിചാരിച്ചിരുന്നു, ഈ ഒരു സ്ഥലത്ത് വിചാരിച്ചിരുന്നില്ല. അങ്ങനെ 2 തിരുത്തുകൾ ഞാൻ മാത്രം പറഞ്ഞു. ബാക്കി എല്ലാ റീലുകളും ബേസിൽ കമ്പോസ് ചെയ്ത മ്യൂസിക് എനിക്ക് ഫൈനാണ്. അപ്പൊ അത്രയും ഒരു ഈ പറഞ്ഞ സിങ്ക് ഉണ്ടായിരുന്നു ആദ്യത്തെ പടത്തിൽ തന്നെ. പിന്നെ ബേസിൽ അങ്ങനെ അതിനുശേഷം ഒരു സുഹൃത്തായി മാറി. ബേസിലിന്റെ കഴിവുകൾ നമുക്ക് നല്ലോണം അറിയാം, ബേസിൽ എഴുതുകയും ചെയ്യും. ബേസിൽ ആസ് എ പോയറ്റ് ഉള്ള കഴിവുകൾ ആണ് ലിറിക്സ് എഴുതിക്കുന്ന ബേസിലാണ്. അപ്പം നമ്മൾ ബേസിൽ ചെയ്യുന്ന കൂടുതലും ഈ ആർട്ട് ഹൗസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സിനിമകളാണ്. അപ്പൊ അതിൽ പാട്ടുകളുടെ ചാൻസസ് വളരെ കുറവായി. അതിശയങ്ങളുടെ വേനലിൽ ഒരു പാട്ടുണ്ടായിരുന്നു, മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും മെയിൻ ആയിട്ടുള്ള. ആണ് അതായിരിക്കും അതിന്റെ മെയിൻ ആയിട്ടുള്ള. അപ്പൊ ഈ പാട്ടുകൾ വന്നാലേ ആളുകൾ ശ്രദ്ധിക്കൂ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടറിനെ. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പം പലരും എന്നോടും സജഷൻസ് ചോദിക്കുമ്പോൾ, കമ്പോസർ സജഷൻസ് ചോദിക്കുമ്പോൾ ഞാൻ ബേസിൽ ആരും പറയാറുണ്ട്. അപ്പൊ ആൽബം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരു കൊടുക്കാൻ ഒരു ആൽബം ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു സാധനം നമ്മളൊരു കുറച്ച് കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പടമാണ്, ഒരു ലവ് സ്റ്റോറിയാണ്, അതൊക്കെ വരുമ്പോൾ ബേസിലിന് ഒരു ആൽബം ഉണ്ടാക്കാൻ ഒരു ചാൻസ് നമുക്ക് ഇതിനകത്ത് കൊടുക്കണം എന്നൊരു സീക്രട്ട് അജണ്ട ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങള് 3 പാട്ടായിട്ടാണ് തുടങ്ങുന്നത്. 2 എന്ന് വെച്ചാൽ ഒരു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തിന് മുമ്പ് തന്നെ 2 പാട്ടിന്റെ ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടൈറ്റിൽ സോങ് കൂടെ വരാം എന്ന് വിചാരിച്ചു. ഈ 3-നെ ബേസിൽ തന്നെ പിന്നെ തള്ളി 5 എന്നുള്ളതാണ് ബേസിലിന്റെ സക്സസ്. കാരണം ഒരു മൊണ്ടാഷ് വരുന്ന സ്ഥലത്ത്, നമ്മളൊരു മൊണ്ടാഷ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ ബേസിലേക്ക് ഇവിടെ നമുക്കൊരു പാട്ടാക്കിയാലോ. ഈ പാട്ടാക്കിയാലോ എന്ന് പറയുമ്പോൾ ബേസിന് വളരെ ഈസിയാണ്. കാരണം ഇത് ഒരു ട്യൂൺ കമ്പോസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എഴുതാനും വേറെ ആളെ നോക്കണ്ടല്ലോ, എഴുതി അങ്ങ് വിടുവാണ്. അപ്പൊ അങ്ങനെ ഫാക്ടറിയാണ്. അത്രയും ഈസി പ്രോസസ് അല്ല. ഇതിനകത്ത് എല്ലാം വളരെ സമയമെടുത്ത്. കാരണം ഒന്ന് ഈ ഞാനും എന്റെ കസിൻ സന്ദീപ് ഉണ്ട്, ഇതിന്റെ സൗണ്ട് ഡിസൈനർ. ഞങ്ങൾ രണ്ടുപേരാണ് ഇതിന്റെ അപ്രൂവേഴ്സ്. ഞങ്ങളെ തൃപ്തിപ്പെടുത്തുക കുറച്ച് പാടാണ്. അപ്പൊ ഇത് ഒരു 10-16 ട്രാക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ട്രാക്ക് ഞങ്ങൾ ഓക്കെ കൊടുക്കുന്നത്. അപ്പൊ ഓക്കെ കൊടുത്തിട്ട് പിന്നെ ബേസിലിന്റെ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ഈ ട്യൂണും തലയിൽ ആലോചിച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കുക എന്നുള്ളതാണ്. ബൈക്ക് ഓടിക്കലിലാണ് വരികൾ വരുന്നതെന്നാണ് പറയുന്നത്. എവിടെ നിർത്തി എഴുതി വെക്കും എന്നാണ് പറയുന്നത്. ഇതിലെ പാട്ട് ഞാൻ സൂര്യ സന്തോഷ് പാടിയ അകലുന്നുമല്ലേ, ഭയങ്കര ഫിസിക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റേ നമ്മുടെ ഗ്രാമഫോണിലെ പഴയ ഗ്രാമഫോണിലൊക്കെ ഒരു പാട്ടില്ലേ, നീ ഒരിക്കൽ ആ ഒരു മൂഡൊക്കെ ഫീൽ ചെയ്യും. അല്ല ഇതില് നമ്മളെ കഥാപാത്രം അല്ലേ. അതെ അകലുന്നുമല്ലയുടെ പാട്ടിന്റെ ഒരു പ്രത്യേകത അതിന്റെ വാക്കുകളെ പറ്റി വാക്കുകളെ ആനിമേഷനിലല്ലേ കാണിക്കുന്നത്. വരികൾ ശ്രദ്ധിച്ച കർഷണം എന്നൊക്കെ ഉണ്ട്. കർഷണം ഫ്രിക്ഷൻ അതൊക്കെ ഫിസിക്സ് പരമായിട്ടാണ് എഴുതിക്കുന്നത്. അതിന്റെ റീസൺ പറയുന്നത് നമ്മളെ നായിക IIT ഫിസിക്സ് PhD എടുത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് പാട്ടാകുമ്പോ ഫിസിക്സ് കടന്നു വരുമല്ലോ. ശരിക്കും അങ്ങനെയാണ്. അതായത് ഈ അതിന്റെ സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത് ഒരു ഉൽക്ക ഭൂമിയെ ചുംബിക്കാനായിട്ട് വരുന്നു, മീറ്റിയോർ വരുന്നു. അപ്പം ഭൂമിയുടെ ചുറ്റും അറ്റ്മോസ്ഫിയറിൽ ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ അതിനെ ഉരുക്കി കളയുന്നു. അതുകൊണ്ട് ഉൽക്കയ്ക്ക് ഒരിക്കലും ഭൂമിയെ തൊടാൻ പറ്റുന്നില്ല, ചുംബിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു.
എന്ന് പറയുമ്പോൾ ഈ Actually പറയുന്ന നായകനും നായികയ്ക്കും അവർക്ക് പ്രണയം സബലീകരിക്കാൻ പറ്റാത്തതിന്റെ ഒരു മെറ്റഫറായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ബേസിലിന്റെ ചിന്തകളിൽ നിന്ന് വരുന്നതാണ്. അതിലൊരു കാര്യം വെച്ചാൽ നമ്മള് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ വേറൊരു ഇങ്ങനെ ഫിസിക്സ് സൺഡേ അല്ല ഹോളിഡേ അതല്ല ഭയങ്കര രസമുള്ള ആലോചനയും എഴുത്തും അല്ല അല്ലേ ശരി. അത്? ഇത് ഭയങ്കര കാര്യം എന്ന് വെച്ചാൽ വയലാറിന്റെ ഒരു പടത്തിലും ഈ പറഞ്ഞ ഫിസിക്സ് PhD ഉള്ള ഒരു നായിക ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതെ അതെ, ഇത് കേട്ടപ്പോ ഇങ്ങനെ ഒരു കൗതുകം ശരിയാണല്ലോ, ഞാൻ ഇപ്പോഴത് ആലോചിക്കുന്നത്. ഈ രണ്ടാമത്തെ പാട്ടായാലും രണ്ടാമത്തെ പാട്ട് എനിക്കൊന്നും കേട്ടില്ലാന്ന് തോന്നുന്നു. നീ ഒരിക്കൽ എന്ന് പറഞ്ഞ കേട്ട് കേട്ട് രണ്ടും പാട്ട്. കേട്ട് അതെ, എല്ലാം പാട്ടുകളെല്ലാം അപ്പം നീ ഒരിക്കൽ ഇതുപോലൊരു, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ടൈറ്റിൽ സീക്വൻസിൽ വരുന്നതാണ്. ഇപ്പൊ നമ്മളൊരു ലിറിക് വീഡിയോ ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ ടൈറ്റിൽ സീക്വൻസിൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറച്ച് വിഷ്വൽസിലാണ് വരുന്നത്. ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് ആനന്ദും റോഷനും ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന തിരുവനന്തപുരത്തെ റോഡുകളിലൂടെ ബൈക്ക് ഓടിക്കുന്ന ഒരു സീക്വൻസ് ആണ്. നന്ദു ചേട്ടനും വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു സാധനമാണ്. നമ്മളൊരു ആ ഒരു വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അതിനകത്ത് ഒരു ബന്ധമില്ലാത്ത ഒരു ട്യൂണാണ് ഈ വരുന്നത്. അപ്പൊ അത് തന്നെ ഭയങ്കര സിനിമ കണ്ട ഒരുപാട് പേര് പറഞ്ഞു ആ ഒരു മൊമെന്റിലാണ് ഞങ്ങൾ സിനിമയിൽ ഇന്നാവുന്നതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരു ഹാർമോണിയമായിട്ട് തുടങ്ങിയിട്ട് അങ്ങനെ ഒരു പാട്ട് അവിടെ വരുന്ന ഒരു സാധനം. അവിടെ ഞങ്ങളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഇത് വിഷ്വൽസുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും സിനിമയുമായിട്ട് ഏറ്റവും തീമാറ്റിക്കലി ഈ സിനിമ എന്താണെന്ന് സമ്മപ്പ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അതായത് അതിൽ 5 സ്റ്റാൻസ് ഉള്ള ഒരു പാട്ടാണ്. കുറച്ച് ലോങ് ആണ്, 6.5 മിനിറ്റ് ഉള്ള പാട്ടാണ്. അതിൽ ഒരു സ്റ്റാൻസിൽ ഒരു ഈ പയ്യൻ പറയുന്നു, അതിന്റെ മറുപടി പെൺകുട്ടി കൊടുക്കുന്നു, അടുത്ത ചോദ്യം, അടുത്ത മറുപടി, അങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പൊ അതിൽ ബേസിക്കലി പറയുന്നത് നിന്റെ ഈ എന്താണ്, നീ ഒരിക്കൽ എൻ്റെ മുറിയിൽ ജനലിനരികിലെ നേർത്തൊരഴിയിൽ ഇറനൂറാൻ ഇട്ട കുപ്പായം ഇന്നും അവിടെ വെയിൽ മറച്ച് നിഴൽ പരത്തുന്നു. കോളേജിന്റെ ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വിഷ്വൽ. അതെ അതെ, അത് വിഷ്വലാണ്. അപ്പം ബേസിക്കലി നിന്റെ നീ ഇവിടെ ഉപേക്ഷിച്ച സാധനങ്ങൾ ഇപ്പോഴും എന്നെ ബോധർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനേക്കാളും നിന്റെ ഓർമ്മ എന്നെ എപ്പോഴും ബോധർ ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റു വരിയില്ലേ, മറവി കൊണ്ട് മടക്കാം. പെൺകുട്ടി പറയുന്നതെന്ന് വെച്ചാൽ അത് നിന്റെ പ്രശ്നമാണ്, ഞാൻ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു, നീ അത് സൈഡിൽ മാറ്റി വെച്ച് എന്നെ നോക്കണ്ട എന്നുള്ള മറുപടി. ഇത് ഒരു ചോദ്യം ഒരു മറുപടി, ഒരു ചോദ്യം ഒരു മറുപടി. ലാസ്റ്റ് സ്റ്റാൻസിൽ ഇത് മുഴുവൻ പൊളിയുന്നു. ലാസ്റ്റ് സ്റ്റാൻസിൽ നമ്മൾ മനസ്സിലാവുന്നു ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവളും ഇപ്പോഴും ഇതിനകത്ത് ഇതിന് തന്നെയാണ്, മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അവസാനം നമ്മൾ അവസാനിക്കുന്നത് അദൃശ്യമായൊരു വലയിൽ പ്രണയികൾ കുരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ നമ്മുടെ പൊന്മാലിലെ ക്യാരക്ടർ ഉണ്ട്. പൊന്മാലില് ബ്രോ കരഞ്ഞ് നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും സിനിമയ്ക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ ലൈഫിലോ? സ്ട്രഗിൾ ഞാൻ അങ്ങനെ അത് ഭയങ്കര സ്ട്രഗിൾ ആയിട്ടൊന്നും കാണുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ മാതൃഭൂമിക്ക് തന്നെ കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിൽ ഞാൻ ഈ ഊബർ ഈറ്റ്സ് ഓടാൻ പോയ, അപ്പൊ അത് അവർ റീലായിട്ട് കട്ട് ചെയ്തു. ഞാൻ വെറുതെ എന്റെ കമന്റ്സ് എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഇതൊക്കെ വലിയ കാര്യമാണോ, 16-ാമത്തെ വയസ്സിൽ ജോലിക്ക് പോയി തുടങ്ങി അപ്പൊ ഞാനോ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ അതേ അല്ല ഉദ്ദേശിച്ചത്. ഞാനും ഇപ്പം കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ എടുക്കുന്ന രീതിയിൽ അതൊന്നും നമ്മൾ കെയർ ചെയ്യുന്നില്ല. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ഞാൻ അതിൽ പറയാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. നമുക്ക് സിനിമ എന്നുള്ളൊരു സാധനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേറൊരു ജോലി ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് ഇതൊരു പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനമല്ല സിനിമ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം. പലരും ഇങ്ങനെ നമുക്ക് 2 വർഷം ഒന്ന് സിനിമ ട്രൈ ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ വേറെ ജോലിക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ബ്രോ ഇതിൻ്റെ അത് നടക്കില്ല. നമുക്ക് ഒറ്റ മൈൻഡിൽ ഇതിൻ്റെ അത് നിന്നേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയ ജോലികളൊക്കെ പറ്റുമെങ്കിൽ എടുക്കുക. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റുന്ന ആദ്യത്തെ തീരുമാനം എടുക്കുന്നതിലാണ് ഈ ആൾക്കാരുടെ ഡിഫറൻസ് വരുന്നത്. അതായത് അത് ശരിക്കും ഈ കഴിവുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്തി ആണെങ്കിൽ അത് പറ്റുന്നതാണ് തോന്നുന്നത്. ഇപ്പൊ ആനന്ദിന്റെ കാര്യത്തിൽ അതാണ്. ഈ സക്സസ്ഫുൾ ആവാത്തവരുടെ കാര്യത്തിൽ എനിക്ക് പറ്റുന്ന ഒരു പ്രശ്നം അതാണ്. ഈ സ്വന്തം കഴിവിനെ പറ്റിയുള്ള അസസ്മെന്റ് തെറ്റുമ്പോൾ കുറച്ചൊരു പ്രശ്നം വരാൻ സാധ്യത. ഞാനിത് എപ്പോഴും പറയുന്ന ഒരു കാര്യം, എൻ്റെ അടുത്ത് ആൾക്കാരിലേക്ക് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ആദ്യം നമുക്ക് ഇതിന് പറ്റിയ കഴിവുണ്ടോ നമ്മൾ തന്നെ നമുക്ക് സ്വയം ബോധ്യപ്പെടുത്തണം. നമ്മളൊരു സെൽഫ് അസസ്മെന്റോ ബാക്കിയുള്ളവർക്ക് ചോദിച്ചിട്ട് നമുക്ക് കഴിവുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധം നമുക്ക് വേണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇറങ്ങുമെന്നുള്ളത് തെറ്റിദ്ധാരണ വെച്ചിട്ട് അത് ഭയങ്കര കോൺട്രാക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എല്ലാവരും ആ സ്റ്റേറ്റ്മെന്റിനെ പലരും വേറെ രീതിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് ആ കഴിവുണ്ടോ നമ്മൾ ആദ്യം സെൽഫ് ഇവാലുവേഷൻ നടത്തണം. എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യം. അപ്പൊ ഈ സ്ട്രഗിൾ, അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ ഈ സ്ട്രഗിൾ എന്നൊരു സ്ട്രഗിളേ അല്ല, നമുക്ക് എൻജോയ് ചെയ്യും. ഈ സ്ട്രഗിളൊക്കെ ഭയങ്കര രസമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. ഈ നമ്മുടെ ഷോഷാങ്ക് റിഡംപ്ഷൻ എന്ന് പറയുന്ന മൂവിയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഹോപ്പ് ഇറ്റ്സ് എ ഗുഡ് തിങ്, ബെസ്റ്റ് മേ ബി ദ ബെസ്റ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പം പ്രണയത്തിൽ ഏറ്റവും ഒരു എലമെന്റ് ആണ് ഈ ഹോപ്പ് എന്ന് പറയുന്നത്. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? പ്രണയത്തിലല്ല, എല്ലാത്തിലും ഹോപ്പ് കൊണ്ടാണല്ലോ വണ്ടി ഓടുന്നത്. അപ്പം കാത്തിരിപ്പാണോ അത് നിൽക്കുമ്പോഴാണോ ഏറ്റവും മനോഹരം? അല്ലെങ്കിൽ രണ്ടിനും അതിൻ്റെതായ മനോഹാരിതകളുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരുപാട് കലകളും പാട്ടുകളും ഒക്കെ ഉണ്ടാവുന്നത് ഈ കാത്തിരിപ്പിൽ നിന്നാണ്, ഈ മിസ്സിങ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നാണ്.
അതേപോലെ തന്നെ കാത്തിരിപ്പിന്റെ അവസാനവും ഉണ്ടാവുന്ന സന്തോഷത്തിലും ഉണ്ട്. അപ്പൊ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇതിലൂടെ എല്ലാം കയറി ഇറങ്ങി പോകേണ്ടതാണ് ഒരു മനുഷ്യജീവിതം എന്ന് പറയുന്നത്. പ്രണയത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രണയ വിരഹത്തിനും ഇമ്പോർട്ടൻസ് Importance ഉണ്ട്. ഉണ്ട്. രണ്ടിനും രണ്ട് രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. വിരഹം കൊണ്ടുണ്ടാവുന്ന കവിതകളും സിനിമകളും ഒക്കെ വേറൊരു രസമായിരിക്കും. ഓക്കെ അപ്പൊ രണ്ടും അനുഭവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. പ്രശാന്ത് ബ്രോയ്ക്ക് ഒരു സബ് ടൈറ്റിലിംഗ് കമ്പനി ഉണ്ടല്ലോ, 1 ഇഞ്ച് ബാരിയർ. അപ്പം എങ്ങനെയാണ് ഈ ആക്ച്വലി സബ് ടൈറ്റിൽ ചെയ്യുന്ന പ്രോസസ്? അതൊരു ആർട്ട് അല്ലേ ഈ സബ് ടൈറ്റിൽ കൊടുക്കാന്ന് വെച്ചാൽ? ആണ്. അങ്ങനെ പറയുന്നതിൽ സന്തോഷം, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നതിൽ സന്തോഷം. അല്ല, ഞാൻ ഈ വേൾഡ് സിനിമ കാണുന്ന ആളാണ്, പല സ്പാനിഷ് മുതൽ കൊറിയൻ, തായ്വാനീസ് എല്ലാം കാണുന്നത്. അപ്പൊ ഈ സബ് ടൈറ്റിലിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാൻ അത്രയും സെൻസ് ചെയ്ത് കാണുന്ന ഒരാളാണ്. അപ്പൊ എനിക്കത് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതൊരു ആർട്ട് അല്ലേ? ആണ്. കാരണം ഞാൻ പേഴ്സണലി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കൊച്ചിയിലുള്ള എക്സ്പോഷർ ഈ ഒന്നുകിൽ ദൂരദർശനിൽ സൺഡേ ഉച്ചയ്ക്ക് കാണിക്കുന്ന വേറെ ഭാഷ, ഇന്ത്യൻ വേറെ ഭാഷകളിലെ സിനിമകൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫെസ്റ്റിവൽസിൽ പടങ്ങൾ കാണുന്നു. എല്ലാത്തിലും ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു സാന്നിധ്യമാണ് ഈ സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മറ്റേ സിനിമയുടെ ആക്ച്വൽ ലാംഗ്വേജ് ഡസൻ മാറ്റർ. നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് സബ് ടൈറ്റിലൂടെ, നമ്മൾ ആ സിനിമ മനസ്സിലാക്കുന്ന സബ് ടൈറ്റിലൂടെയാണ്. പിന്നെ ഏതോ ഒരു ഘട്ടത്തിൽ ഞാൻ ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി, ഇംഗ്ലീഷിൽ കുറച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ 2 ഭാഷയിലും മാറി മാറി ചിന്തിക്കുന്നത് ഞാൻ തന്നെ റിയലൈസ് ചെയ്യാം. ഇപ്പം നേരത്തെ പറഞ്ഞ സെൽഫ് ഇവാലുവേഷൻ എന്ന് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു രസം കിട്ടി എപ്പോഴും. പിന്നെ ട്രാൻസ്ലേഷൻ തുടങ്ങി ചെറുതായിട്ട്. ചെറിയ കവിതകൾ, ഒരുപാട് പേരുടെ കവിതകൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത്, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സബ് ടൈറ്റിലുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. സബ് ടൈറ്റിൽ ഞാനിപ്പോൾ ഒരു സിനിമ കാണാൻ നേരത്തെ അതിൻ്റെ സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റും. ഈവൻ ഇംഗ്ലീഷ് സിനിമയായാലും, ഈവൻ മലയാള സിനിമയായാലും. മലയാള സിനിമ വേറെ കുറച്ച് ഉദ്ദേശം, എങ്ങനെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് വളരെ സീരിയസ്. ഇപ്പോൾ സിനിമയുടെ കാര്യം വരുമ്പം നമ്മൾ ഈ പറഞ്ഞ സ്പാനിഷും ആഫ്രിക്കനും എല്ലാം ഇതൊരു കൾച്ചറൽ ട്രാൻസ്ലേഷനാണ്, ഒരു ലാംഗ്വേജിൻ്റെ ട്രാൻസ്ലേഷൻ അല്ല. ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമ നടക്കുന്ന ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ അല്ലാത്ത ഒരാളിന് നമ്മളത് മനസ്സിലാക്കി കൊടുക്കുകയാണ്, എസെൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ശരിക്കും ഇൻവോൾവ് ആയിട്ട് ശരിക്കും തല പുകച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, അടൂർ സാറൊക്കെ ഒരു വാക്കിന് വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം റിവൈസ് ചെയ്യുന്നു എന്നുള്ള, കറക്റ്റ് ആ വാക്ക് എന്താണെന്ന് കൺവേ ചെയ്യുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കോവിഡ് സമയത്താണ് എന്നാൽ പിന്നെ ഇത് ചെയ്യാം എന്നൊരു അതിനങ്ങനത്തെ അവസരങ്ങൾ കിട്ടുകയും ചെയ്തു. സൂഫിയും സുജാത എന്ന സിനിമ, അത് എൻ്റെ ഫ്രണ്ട് സുഭാഷ് വഴി, സുഭാഷിൻ്റെ ഫ്രണ്ടായിരുന്നു എൻ്റെ ഡയറക്ടർ ഷാനവാസ്. അങ്ങനെ സുഭാഷ് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് രണ്ടും കൂടെ തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങി. ഇപ്പോഴുള്ള ചില സിനിമകളിലൊക്കെ അത് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, മലയാളത്തിൽ സബ് ടൈറ്റിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ഇംഗ്ലീഷ് സിനിമയ്ക്കൊക്കെ മലയാളത്തിൽ സബ് ടൈറ്റിൽ ഉണ്ടല്ലോ. അപ്പൊ അതിനോടുള്ള അഭിപ്രായം എന്താണ്? അതും നല്ലതാണ്. അതും ഈ പറഞ്ഞ അതിന്റെ കമ്മ്യൂണിറ്റികളുണ്ടല്ലോ ഒരുപാട്, എംസോൺ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. എത്രയോ പേർക്ക് ആക്സസ്. ബേസിക്കലി എന്താണ്, നമ്മൾ ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ ഒരു ഭാഷയിലുള്ള ഇറങ്ങുന്ന ഒരു സിനിമ വേറെ ഭാഷക്കാർക്ക് ആക്സസ് കൊടുക്കുന്നു. അതെപ്പോഴും നല്ല കാര്യം തന്നെ. ശരിക്കും ഈ സബ് ടൈറ്റിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന സംഭവം എന്ന് വെച്ചാൽ, മലയാളികൾ ഈ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ സബ് ടൈറ്റിൽ യൂസ് ചെയ്തൊരു പടമുണ്ട്, പരം സുന്ദരി. മലയാളത്തിൽ സബ് ടൈറ്റിൽ ഉപയോഗിച്ചതാണ്. അല്ല, മലയാളത്തിന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ആനന്ദ് ബ്രോ അതിലേക്ക് വന്നത്? ഞാന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഹുവൈസ് എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ഏജന്റ് ഉണ്ട്. അപ്പൊ പുള്ളിയാണ് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഹിന്ദി പടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, അവർക്കൊരു സാധനം ഉണ്ട്, ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ വീഡിയോ അയച്ചു കൊടുത്തു. അവരെന്നെ സെലക്ട് ചെയ്തു, അങ്ങനെയാണ് പോയത്. അപ്പോൾ ഇത് അപ്പോഴും മാഡോക്കിൻ്റെ ഫിലിമാണ് എന്നൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ അവിടെ ചെയ്തു. എനിക്ക് ഭയങ്കര ഫണ്ണായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അവിടെ ഷൂട്ടൊക്കെ. കാരണം ആദ്യമായിട്ടാണ് ഒരു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കുന്നത്. അതിൻ്റെ ഒരു രീതിയൊക്കെ വേറെയാണ്, നമ്മളെ ഷെഡ്യൂൾ പോലെ അല്ല, അവരുടെ ടൈമിങ്ങും അവരുടെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് ഒക്കെ മൊത്തത്തിൽ വ്യത്യാസമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനും ബോളിവുഡിൻ്റെ ഒരു എന്താ പറയുന്ന ബെൽസൺ വിസിൽസ് ഒക്കെ കണ്ട് എല്ലാ പരിപാടികളും കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. അല്ല, ബോളിവുഡ് അവരുടെ ഫിലിം മേഖലയിൽ കണ്ട ഒരു വ്യത്യാസം എന്താണ്? അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, പൈസയുണ്ട്. ഇഷ്ടംപോലെ സമയമുണ്ട്, പൈസയുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട് നമുക്കത് രണ്ടും ഇല്ല. നമുക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് അവിടെ പോയി നിൽക്കുമ്പോഴുള്ള അവർ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കിങ്ങനെ നമ്മൾ ഇവിടെ ശീലിച്ചോണ്ടേ ഇതെന്ത് ഇവരിങ്ങനെ സ്ലോ ആവുന്നത്, നമുക്കിങ്ങനെ പറ്റൂലല്ലോ. സെറ്റല്ല, നമുക്കിത് പെട്ടെന്ന് തീർത്താലല്ലേ, നമുക്ക് 10-15 ദിവസം കൊണ്ട് ഒരു പടം തീർത്താൽ അത്രയും നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് അതല്ല അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. മലയാള സിനിമയ്ക്ക് ഈ ഡേറ്റുകൾ കുറച്ച്, ഈ പറയുന്ന പോലെ ഫണ്ട് കുറച്ച്, സമയം കൂട്ടി നമ്മൾ ചെയ്യും. നമ്മളെ സമയം 6 മണി തൊട്ട് 9 മണി വരെയൊക്കെയാണ്. അപ്പൊ ഇവർക്ക് അങ്ങനെയല്ല, ഇവർ 9 to 6 ആണ്.
അപ്പോൾ 9 to 6 എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അയ്യോ ഇത് കഴിഞ്ഞിട്ട് സിനിമ ചെയ്യാനൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കും. ലൈറ്റ് നമ്മൾ ഭയങ്കര വറീഡാണ്. നമ്മൾ 5 മണിയൊക്കെ കഴിയുമ്പോൾ ആക്ടേഴ്സ് ആയ നമ്മൾ പോലും ഈ ലൈറ്റ് പോലും അപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവർക്ക് അതൊക്കെ കൂളാണ്. അവർക്ക് ചിലപ്പോൾ 4-5 ഷോട്ടൊക്കെ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അവരുടെ സമയം. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നിയത്. പിന്നെ ലാവിഷാണ്, ഫുഡിന്റെ കാര്യമായാലും എല്ലാത്തിലായാലും ഗ്രാൻഡാണ്. ഇപ്പം ഇതിന്റെ റോസ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ടില്ലേ, തേക്കപ്പെട്ട സുന്ദരി കണ്ടല്ലേ? എല്ലാം കണ്ടു. എനിക്കൊന്ന് അതില് ആക്ടർ എന്നുള്ള രീതിയിൽ അപ്രീസിയേഷൻ കിട്ടുന്നത് ആനന്ദിനാണെന്ന് തോന്നുന്നു. റിവ്യൂലൊക്കെ ആനന്ദ് മാത്രം. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ അതിന്റെ എല്ലാ വീഡിയോസും കണ്ടായിരുന്നു. പ്രൈമിൽ ആ സീനൊക്കെ കണ്ടു നോക്കി. എന്ത് തോന്നി? ബ്രോ പാർട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചാൽ ചിലരൊക്കെ പറയുന്നത് അത് വാച്ചബിൾ ആയിട്ടുള്ള ഒരു റോംകോമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതെ, ഇപ്പം ഇതൊരു ലവ് സ്റ്റോറി മൂവിയാണ്. അപ്പൊ ഇതിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള മൂവീസ് വല്ലതും ഉണ്ടോ? ഇത് ആദ്യമായിട്ട് പറഞ്ഞാൽ ഇതൊരു റിയൽ സംഭവത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് റിയൽ ലൈഫിൽ നടന്നൊരു സംഭവമാണ്. ആ സംഭവം ഒറ്റയ്ക്ക് ഒരു സിനിമയ്ക്കുള്ളതില്ല, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സിനിമയ്ക്കുള്ളതില്ല എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ അതിലൊരു ലവ് സ്റ്റോറി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആവുന്ന ഒരു പുരുഷനും സ്ത്രീയും അവർക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, അവർ പണ്ട് ലവേഴ്സ് ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളൊരു എക്സ്പ്ലോറേഷനാണ് നമ്മൾ ചെയ്തത് റൈറ്റിങ്ങിൽ. അതൊന്ന്. പക്ഷെ ഇത് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോഴാണ് എനിക്കൊരു ലവ് സ്റ്റോറി ചെയ്താൽ, എനിക്ക് ലവ് സ്റ്റോറികൾ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, അപ്പോൾ ഇത് ചെയ്യാനുള്ളൊരു അവസരമാണല്ലോ എന്ന് തോന്നിയത്. അങ്ങനെ ആലോചിച്ചപ്പോൾ ഇതൊരു കോൺവെർസേഷൻ സിനിമയാണ്. ഇപ്പോൾ ഇത്തിരി നേരം എന്നുള്ള ആ ഒരു ടൈറ്റിൽ കണ്ടാൽ തന്നെ അറിയാം, അതിനകത്തൊരു സ്പീച്ച് ബബിളൊക്കെ ഉണ്ട്. ഒരു ആൾക്കാർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലൂടെയാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പടങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളതുണ്ട്. കൂടുതലും ഈ പറഞ്ഞ ഇംഗ്ലീഷ് പടങ്ങളിലാണെങ്കിൽ ബിഫോർ സൺറൈസ്, സൺസെറ്റ്, മിഡ് നൈറ്റ് അങ്ങനെ ഒരു സീരീസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട്. അല്ലാതെ ലവ് സ്റ്റോറീസ് തന്നെയും പലതിൻ്റെയും ഇൻസ്പിറേഷൻസ്. അപ്പോൾ ടൈറ്റാനിക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കാണുന്ന പ്രായത്തിൽ, സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു റെഫറൻസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് അത്രയും ശ്രദ്ധിച്ചൊക്കെ തപ്പി നോക്കിയാലൊക്കെ കാണുള്ളൂ. എന്ന് പറഞ്ഞു വന്നാൽ കൊള്ളാം. ആദ്യം നമ്മൾ തന്നെ പറഞ്ഞു തുടങ്ങണം. അങ്ങനെ കുറെ ഈസ്റ്റർ എഗ്സ് ഒക്കെ ഇതിനകത്തുണ്ട് നോക്കിയാൽ. അങ്ങനെയൊക്കെ ഡയറക്ട്ലി പിന്നെ ഈ പാട്ടുകളൊക്കെ, ഇതിൻ്റെ ഒരു മേക്കിങ്ങിൽ തന്നെ ഒരുപാട് പാട്ടുകൾ നമ്മളെ ഇൻസ്പയർ ആയിട്ടുണ്ട്. അതൊന്നും പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ലൈസൻസിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എല്ലാം നമ്മൾ ഫ്രഷ് ഇതിൽ തന്നെ ഒരാളുടെ റിംഗ് ടോൺ ആയിട്ട് വരുന്ന, ഇപ്പം ജറിന്റെ ക്യാരക്ടറിന്റെ റിംഗ് ടോൺ ആയിട്ട് വരുന്ന ഒരു ഫേമസ് ഇതായിരുന്നു, ഹിന്ദി പാട്ടായിരുന്നു. അബീന ജാവ് ഷോഡ്കർ എന്ന് പറഞ്ഞ അതിൽ വരുന്നൊരു ഇതായിരുന്നു. അത് ഞാൻ ക്ലിയർ ചെയ്യാൻ നോക്കി, പക്ഷേ അതിനുള്ള പൈസ നമുക്കില്ല എന്ന് തോന്നിയോണ്ട് പിന്നെ ബേസിൽ തന്നെ ഒരു സാധനം ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, ആനന്ദ് ബ്രോ, ഇത് ഡയറക്ടറിന് ചോദിക്കേണ്ട ചോദ്യമാണ്. ജിയോ ബേബി എന്ന് പറയുന്ന ഡയറക്ടർ ആക്ടറിനെ എങ്ങനെയാണ് ഇതിലേക്ക് ഹുക്ക് ചെയ്തത്, ഈ ഒരു സ്റ്റോറിയിലേക്ക്? അല്ല, അത് കൂടുതൽ പറയാൻ പറ്റുന്ന ഡയറക്ടറായിരിക്കും. അതെ, ജിയോ ആക്ച്വലി അതിശയങ്ങളുടെ വേനൽ കണ്ടിട്ട് ഞങ്ങൾ ആ സമയത്ത് ജിയോയ്ക്ക് കുഞ്ഞു ദൈവം എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഗോവയിൽ ഫിലിം ബസാറിൽ വെച്ചിട്ടാണ് കാണുന്നത്. പിന്നെ ജിയോ IFFKയിൽ അതിശയങ്ങളുടെ വേനൽ കാണുന്നു. ഭയങ്കര അഭിപ്രായമായിരുന്നു. കാരണം ഇങ്ങനെയൊരു ഇതുപോലുള്ള പടങ്ങളാണ് എനിക്കും ചെയ്യാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജിയോ എത്രയോ പേരടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ഞാൻ സബ്ടൈറ്റിൽ ചെയ്യുന്നു. അങ്ങനെ ഞാനും ആ ഒരു ടീമിന്റെ ഭാഗമായി ചെറിയ രീതിയിലെങ്കിലും ആയി. എന്നിട്ട് ഈ കോവിഡ് സമയത്താണ് ജിയോ ഒരിക്കൽ വന്ന് ഇവിടെ തിരുവനന്തപുരത്ത് ജിയോ വരുമ്പോൾ ഞങ്ങൾ കനാക്കുന്നിൽ വെച്ച് കണ്ട് അവിടെ നിന്ന് നടക്കുന്ന ഒരു പരിപാടി. എല്ലാം പബ്ലിക് പ്ലേസിലല്ലേ പറ്റുള്ളൂ കോവിഡ് സമയത്ത്. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇത് തീർന്നിട്ടിരിക്കുമായിരുന്നു. വിശാഖം ഞാനും എഴുതി കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. ഞാനിതിങ്ങനെ പറഞ്ഞു നോക്കി. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതൊന്ന് പ്ലാൻ ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഷെഡ്യൂളും ബഡ്ജറ്റും ഒക്കെ. പിറ്റേ ദിവസം ജിയോ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വിളിക്കുന്നു, ഇത് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താലോ എന്നുള്ളത്. ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ജിയോ ഇന്നാവുന്നത്. അപ്പം ജിയോ ഇപ്പം ജിയോ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. വളരെയധികം അഭിമാനത്തോടെയാണ് ഞാൻ ജിയോ ബേബി പ്രസൻസ് എന്ന് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സ്ട്രഗിളിന്റെ കാര്യം പറഞ്ഞ പോലെ, കൊച്ചിയിൽ ചെല്ലാത്തതിന്റെ കാര്യം പറഞ്ഞ പോലെ, ഞാനിവിടെ നിന്ന് ഇങ്ങനെ എൻ്റെതായ ശ്രമങ്ങൾ നടത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് ഇൻസൈഡ് ഉള്ള ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ വലിയ പാടാണ് അതിനകത്തേക്ക് കയറാനായിട്ട്. അപ്പൊ അതൊരു വലിയ കൈത്താങ്ങായിരുന്നു ജിയോ ബേബി.
അതിനപ്പുറം ജിയോയ്ക്ക് എനിക്ക് തോന്നുന്നു പേഴ്സണലി ഇതിനകത്ത് സന്തോഷമുള്ള ഒരു കാര്യം ഇതിനകത്ത് ചെയ്ത റോളാണ്. ജിയോ ഒരു സ്പെഷ്യൽ ക്യാമിയോ ആയിട്ട് Cameo ചെയ്തിട്ടുണ്ട്. ഇതിലുണ്ട്. അതൊരു തിരുവനന്തപുരത്തെ ഓട്ടോക്കാരൻ ഓട്ടോക്കാരനായിട്ടാണ്. സനൽ ആയിട്ടാണ്. സനൽ പുള്ളി എന്ന കിടിലമായിട്ട് തിരുവനന്തപുരം സ്ലാങ് ഒക്കെ പിടിച്ച് അത് ഭയങ്കര രസമായിരുന്നു. എന്നുവെച്ചാൽ ഒരു പാലക്കാരന് തിരുവനന്തപുരം സ്ലാങ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണെന്ന് പറയാം. അപ്പൊ അത് എത്രയോ മാസങ്ങൾ നേരത്തെ എഫേർട്ട് എടുത്ത് ഇപ്പം ഞാനും എൻ്റെ കസിൻ സന്ദീപും കൊടുത്ത ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു. ഇത് പുള്ളി നിരന്തരം കേട്ട് പുള്ളി അല്ലാതെ പുള്ളി ഇപ്പം പറയുന്ന കാര്യങ്ങളാണ്, ഇപ്പം റിവീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനു വേണ്ടി എടുത്ത എഫേർട്ട്. വെറുതെ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ നമ്മുടെ ബൈപ്പാസ് വഴി പോയപ്പോ പുള്ളി നടന്നു പോകുന്നുണ്ട് റോഡിൽ. അതെ, അതെ. ഇടയ്ക്ക് വന്ന് ഓട്ടോ ഡ്രൈവേഴ്സിന്റെ കൂടെ പോകും. ആൾക്കാർ ഇന്ററാക്ട് ഈ ബസ് എവിടെ പോകുന്നൊക്കെ ചോദിക്കും. അപ്പൊ ആൾക്കാർ പറയും അത് നൂത്ത് പോകണം എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെയുള്ള എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് ഒരു ഓട്ടോയിൽ നിന്ന് കയറിയിട്ട് ഇതുപോലെ ആ വോയിസ് മെസ്സേജ് ഞാൻ തപ്പിട്ട് കിട്ടിയില്ല. ഇതുപോലെ ഈ ആളുടെ സംസാരത്തിനെ പറ്റി പുള്ളി ഇങ്ങനെ പറയാണ്. പുള്ളി പറയുന്നത് ഞാൻ പറഞ്ഞു എല്ലാം നോട്ട് ചെയ്ത് വെച്ചത് ഇതെല്ലാം നമുക്ക് സനലെണ്ണം ചേർക്കാന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ നല്ലോണം അത് ചെയ്തു. പിന്നെ മാത്രമല്ല ഇങ്ങനെ നമ്മളെ വിളിച്ചിട്ട് ഒരു ഫീഡ്ബാക്ക് തരുന്നു ഈ പടം കണ്ടിട്ട്. എന്നെയൊക്കെ വിളിച്ചിട്ട് അത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു സ്വാർത്ഥതയും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഈ ഇതിലുള്ള എല്ലാവരുടെയും റോഷന്റെ ആയാലും ജറിന്റെ ആയാലും നന്ദുചേട്ടന്റെ ആയാലും ആനന്ദിന്റെ ആയാലും ഒക്കെ ജിയോയുടെ ആയാലും ഒക്കെ ബെസ്റ്റ് പെർഫോമൻസ് ഇതിലാണെന്ന് ആണ് എൻ്റെ വിശ്വാസം. കാരണം അത് ഇതിലങ്ങനെ വലിയ ഒരു എന്താ പറയുന്ന ഒരു ഗംഗ നാഗവല്ലി ആവുന്ന ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻ ഒക്കെയാണ് സാധാരണ നമ്മൾ ആക്ടിംഗ് ആയിട്ട് കൂട്ടുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരുടെ അവരുടെ കാര്യങ്ങൾ, അവരുടെ ഇമോഷൻസ് സത്യസന്ധമായിട്ട് വെച്ച പോലെ അതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അത് എഫക്റ്റീവായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫലിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം. അത് ഇവരെല്ലാവരും ഇതിൽ ചെയ്തിട്ടുണ്ട്. ആനന്ദിന്റെ ഒക്കെ ഞാനിപ്പം നേരത്തെ രാഹുലിനോട് പറയായിരുന്നു, ഇതില് നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ ഇത് ആനന്ദ് ചെയ്യുമ്പോൾ വരുന്ന ഒരു സുഖം വേറെ ആരും ചെയ്താലും കിട്ടത്തില്ല. അതാണ് ഇതിനകത്തെ ട്രാജഡി. ഇപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയായിരുന്നു, ഒരു സീനിൽ പെർഫോം ചെയ്യുന്നു, നമ്മൾ ഫോർഗ്രൗണ്ടിലുള്ളവരായിരിക്കും നോക്കുന്നത്. ഇപ്പൊ നന്ദുചേട്ടനും റോഷൻ നമ്മുടെ പോലീസ് സീനിൽ, ഇതിൽ കുറെ കഴിഞ്ഞിട്ടാണ് സന്ദീപായിട്ടാണ് ഒരു ദിവസം എന്നെ വിളിച്ച് കാണിക്കുന്നത്, നമുക്ക് ആനന്ദ് ചെയ്യുന്ന പരിപാടി നമുക്ക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോഴാണ് ആനന്ദ് അവിടെ എത്രയും ചെയ്യുന്നത് കാണുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മിസ്സായി പോകുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടാണ്. ഇപ്പൊ ഇതിൽ തന്നെ ഒരുപാട് ക്ലോസപ്പുകളൊന്നും ആവശ്യമില്ലാതെ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ എൻ്റെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈലിന് ഇതിനകത്തൊരു പങ്കുണ്ടായിരിക്കും. ഇതൊരു ക്ലോസപ്പ് വെച്ചിട്ട് നോക്കൂ ഇയാളുടെ അഭിനയം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെടുന്നത്. നമ്മളതിന് പോകാത്തത് കൊണ്ട് നിങ്ങൾക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കും. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആക്ടിങ് ചെയ്യാന്നുള്ളത് നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു കരുത്തായിരുന്നു നമ്മുടെ ക്യാരക്ടർ ആർട്ടിസ്റ്റ്. അപ്പോൾ ഒടുവിൽ ഉണ്ണീഷ്ണനും മാളവനും ഈ പറയുന്ന ജഗദീശ്വരന്മാർ ഇവരൊക്കെയാണ് നമ്മൾ കണ്ടു പഠിച്ചേക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഈ 90s ചെയ്തു വെച്ച പടങ്ങളുടെ ഇവരെല്ലാം നായകനും ബാക്കിയുള്ളവരൊക്കെ ഫോർഗ്രൗണ്ടിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇവരെയൊക്കെ ശ്രദ്ധിക്കുമല്ലോ, ഇവരെന്തോരം പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. പക്ക ബാക്കിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ചിരി വരും. അല്ലെങ്കിൽ കൊച്ചിൻ ഹനീഫ ആയാലും എല്ലാവരും ചെയ്യുമ്പോൾ. അപ്പൊ ഇതൊക്കെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സാധനം നമുക്ക് എന്തായാലും എവിടെയെങ്കിലും ഒക്കെ ഇടാൻ ചാൻസ് ഒരു നിലയിലേക്ക് ഒരു വൃത്തി സക്സസർ ആണ് ആനന്ദ്. അങ്ങനെയൊന്നും പറയാലേട്ടാ, ആൾക്കാർ പൊങ്കാല. അതാണ് ഈ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. ആൾക്കാർ വേറെ രീതിയിലേക്കാണ്. ഒരു നടനാണ് ആനന്ദ് മന്മഥൻ. നടൻ മാത്രമല്ല കേട്ടോ, സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലെ റൈറ്ററും കൂടെയാണ്. അപ്പൊ അടുത്ത ഇനി എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? എഴുത്ത് ഒന്നിന്റെ ക്ഷീണം അത് ഈ പറഞ്ഞ പോലെ ആക്സിഡന്റലി റൈറ്ററായി പോയതാണ്. അല്ലാതെ നമ്മൾ നമ്മൾ ചർച്ച ചെയ്ത് ഞാനും കൂടെ എഴുത്തുകാരനായി പോയതാണ്. എഴുത്ത് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആക്ടിങ്ങും ഈ പരിപാടിയാണ്. ബാക്കിയുള്ള 3 പേര്, ഞങ്ങൾ 4 പേരിൽ നിന്നാണ് ആ സിനിമ എഴുതിയത്. അപ്പൊ ബാക്കിയുള്ള 3 പേര് സ്വന്തമായിട്ടുള്ള ഓരോ എഴുത്തുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലെല്ലാം ഞാൻ ഭാഗമാണ്. നമ്മളെല്ലാ ഇൻപുട്ടും കൊടുക്കുന്നുണ്ട്. ഫുൾ ടൈം എഴുതാൻ വേണ്ടി ഇരിക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തിരി നേരത്തിൽ നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണോ അതേപോലെ എക്സൈറ്റഡ് ആണ് ഞാനും. അപ്പം ഇത്തിരി നേരം മലയാളത്തിന്റെ 96 അല്ല, മലയാളത്തിന്റെ ഇത്തിരി നേരം തന്നെ ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് ക്ലബ് FM. താങ്ക് യു.